രാധേകനൻ അധ്യായം 25. ഞാൻ ഇടയ്ക്കിടെ ഗംഗാതീരത്ത് വെച്ച് വൃഷാലിയെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. അവളുടെ നേത്രങ്ങളിൽ നോക്കി ഞാൻ കുറെ നേരം നിൽക്കും. കണ്ണുകൾ കൊണ്ടായിരുന്നു ഞങ്ങൾ സംസാരിച്ചിരുന്നത്. പക്ഷേ ഈയിടെയായി ഗംഗാതീരത്ത് അവളെ കാണാറേയില്ല. അതുകൊണ്ട് തന്നെ എന്റെ മാനസികാവസ്ഥ വളരെ വിചിത്രമായി തീർന്നിരുന്നു. ഞാൻ പതിവ് പോലെ ഗംഗാതീരത്തിൽ പോകും. എന്നാൽ സൂര്യോദയം നോക്കി നിൽക്കുമ്പോൾ ആ തേജോബിംബത്തിൽ വൃഷാലിയുടെ മുഖം തെളിയുന്നതായി തോന്നും. ഞാൻ അല്പനിമിഷം അവൾക്കായി കാത്തിരിക്കാറുണ്ട്. എന്നാൽ അവൾ വന്നില്ല. തീർച്ചയായും അവളെ തിരക്കി പോകുവാൻ തന്നെ നിർണയമെടുത്തു. ഞാൻ അവളുടെ കൂട്ടുകാരിയുടെ കയ്യിൽ ഒരു സന്ദേശം കൊടുത്തയച്ചിരുന്നു. അതിന് പ്രകാരം വൃഷാലി ഞങ്ങൾ ഇരുവരും കാണാറുള്ളിടത്തേക്ക് വന്നു. ഞാൻ കുറെ മുൻപ് തന്നെ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ മുൻപത്തെ പോലെയല്ല. താൻ ഒരു രാജാവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ വരുവാനും സാധിക്കുകയില്ല. പിന്നെ തനിക്കെപ്പോഴും ഒരു രാജാവിന്റെ മര്യാദകൾ പാലിക്കേണ്ടതുമുണ്ട്. അവൾ വരുന്നത് അവളുടെ കൊലുസുകൾ അറിയിച്ചിരുന്നു. എന്നാൽ അവൾ മുഖം കുനിച്ചാണ് നിൽക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അവൾ എന്തിനാണ് തന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത്? ഞാൻ അവളുടെ സമീപത്തേക്ക് ചെന്നു. ആ മുഖം കൈകളിലെടുത്തു. ഒരു ചൂടുള്ള വെള്ളം കൈകളിലേക്ക് വീണു. അതെവിടെ നിന്നാണെന്ന് നോക്കിയപ്പോൾ അവളുടെ നേത്രങ്ങളിൽ നിന്നാണെന്ന് മനസ്സിലായി. എന്റെ മനസ്സിൽ പലതരം ചോദ്യങ്ങളുണ്ടായി. എന്താണ് ഉണ്ടായത് വൃഷാലി? അവൾ എന്നിൽ നിന്ന് വേർപെട്ട് ഒരു വൃക്ഷത്തിന്റെ സമീപം നിന്നു. കരഞ്ഞുകൊണ്ടാണ് അവൾ പറഞ്ഞത്, പിതാവ് എനിക്ക് വിവാഹാലോചനകൾ കൊണ്ടുവന്നിരുന്നു. അതിലൊരെണ്ണം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്നേഹത്തെപ്പറ്റി നിന്റെ പിതാവിന് അറിയാമായിരുന്നതല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ മാറിയില്ലേ കർണ? എപ്രകാരം മാറിയെന്നാണ് നീ പറയുന്നത് വൃഷാലി? നീ ഇപ്പോൾ ഒരു സാധാരണ യുവാവല്ല, അംഗരാജ്യത്തിന്റെ രാജാവാണ്. രാജാവ് സദാ രാജകുമാരിമാരെയാണ് വിവാഹം ചെയ്യുന്നത്, അല്ലാതെ സൂതപുത്രിയല്ല. ഞാനാണെങ്കിൽ ഒരു രാജകുമാരിയല്ല കർണ, ഒരു സൂതപുത്രിയാണ്. നിനക്ക് ചേർന്നവളല്ല ഞാൻ. അതുകൊണ്ട് എന്താ വൃഷാലി? ഞാൻ വേവലാതിയോട് ചോദിച്ചു. നീ എന്നെ മറക്കണം കർണ. ഇല്ല, ഇതൊരിക്കലും സംഭവിക്കില്ല. ഞാൻ രാജാവായതും നമ്മുടെ പ്രണയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വൃഷാലി. ഞാൻ ഇപ്പോൾ തന്നെ ഈ അംഗരാജ്യം പരിത്യജിക്കാൻ തയ്യാറാണ്. എനിക്ക് ഈ രാജ്യവും സമ്പത്തും സുഖസൗകര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ലെന്ന് എന്നേക്കാൾ നന്നായി നിനക്കറിയാമല്ലോ വൃഷാലി. ഞാൻ നിന്റെ പിതാവിനോട് സംസാരിക്കുന്നതാണ്. നിന്നെ നഷ്ടപ്പെടുത്തുവാൻ എനിക്കാവില്ല വൃഷാലി. അതിനേക്കാൾ എത്രയോ ഭേദമാണ് മരണം. വൃഷാലി വേഗം അവളുടെ വിരലുകൾ എന്റെ ചുണ്ടിൽ വെച്ചു. അരുത് കർണ, ഇനി ഇങ്ങനെ ഒരിക്കലും സംസാരിക്കരുത്. ശരി, സംസാരിക്കില്ല. പക്ഷെ നീ നിന്റെ പിതാവ് പറയുന്ന ബന്ധത്തിന് സമ്മതിക്കരുത്. ഞാൻ ഉടൻ തന്നെ പിതാവിനോട് ഈ വിഷയം സംസാരിക്കാം. എന്നെ നീ വിശ്വസിക്കണം. കർണ, നിനക്കിപ്പോൾ എന്നെക്കാളും കൂടുതൽ ചേരുന്നത് ഏതെങ്കിലും രാജ്യത്തെ രാജകുമാരിയാണ്. ഒരിക്കലുമില്ല വൃഷാലി. ഈ ക്ഷണം ഞാൻ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. നീ സാക്ഷി, ഈ പ്രകൃതി സാക്ഷി. എന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. എനിക്ക് നിന്നെ വിവാഹം ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ മറ്റാരെയും ഞാൻ വിവാഹം ചെയ്യുന്നതല്ല. പിതാമഹൻ ഭീഷ്മരെ പോലെ ഞാനും ജീവിതകാലം മുഴുവനും ബ്രഹ്മചര്യം സ്വീകരിക്കുന്നതാണ്. നമ്മുടെ വിവാഹം നടക്കുകയാണെങ്കിലും ഞാനെന്നും ഭഗവാൻ ശ്രീരാമനെ പോലെ ഏകപത്നിവ്രതനായിരിക്കും. എനിക്കറിയാം, രാജാക്കന്മാർക്ക് അനേകം കാരണങ്ങൾ കൊണ്ട് വിവാഹം ചെയ്യേണ്ടി വരുമെന്ന്. എന്നാൽ ഞാൻ എന്നെ അല്ലാതെ മറ്റൊരു കന്യകയും വിവാഹം ചെയ്യുന്നതല്ല. ഇനി എന്തു തന്നെ സംഭവിച്ചാലും ശരി. അവൾ മൗനം പാലിച്ചതല്ലാതെ ഒന്നും തന്നെ മിണ്ടിയില്ല. ആ മൗനം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ രാജകൊട്ടാരത്തിലേക്ക് നടക്കും വഴി രാജമാതാവായ കുന്തിയെ കണ്ടു. അവരെ മടങ്ങി പോകുവാൻ ഒരുങ്ങവേ എന്റെ വേദന തിങ്ങിയ മുഖം ദർശിച്ചപ്പോൾ അവർ എന്താണ് കാര്യമെന്ന് തിരക്കി. അവരുടെ മുഖഭാവം മാറിയതും ഞാൻ ദർശിച്ചിരുന്നു. അവരുടെ മുഖത്തേക്ക് കുറച്ചു നിമിഷം നോക്കി നിന്നു ഞാൻ. പുത്ര, നിനക്കെന്നെ സ്വന്തം മാതാവിനെ പോലെ തന്നെ ദർശിക്കാം. നിന്റെ വേദന എന്തു തന്നെയാണെങ്കിലും അതെന്നോട് നിനക്ക് പങ്കുവെക്കാവുന്നതാണ്. അവിടുന്ന് എന്റെ ശത്രുവിന്റെ മാതാവാണ്. അപ്പോൾ എങ്ങനെ സ്വന്തം മാതാവായി ദർശിക്കും? മാത്രവുമല്ല, എന്റെ മാതാവ് എന്നോടൊപ്പം തന്നെയാണ് വസിക്കുന്നത്. മറ്റൊരു മാതാവിന്റെ ആവശ്യം എനിക്കില്ല രാജമാതേ. ശരി, പക്ഷേ നിന്റെ മുഖം ദർശിക്കുമ്പോൾ നീ വളരെ വേദനയിലാണെന്ന് തോന്നുന്നു. കാര്യം എന്താണെങ്കിലും എന്നോട് പറയുവാൻ സാധിക്കില്ലേ? ആരോടെങ്കിലും പങ്കുവെക്കുമ്പോൾ മനസ്സിന്റെ ഭാരം കുറയുന്നതാണ് പുത്ര. ശരി,
നിനക്ക് താല്പര്യമില്ലെങ്കിൽ പറയണ്ട. അവർ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അവിടുന്ന് നിന്നാലും രാജമാതെ. അവർ എന്റെ മുഖത്തേക്ക് നോക്കി. നിനക്കിവിടെ വെച്ച് പറയുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് മാറി നിൽക്കാം. അവർക്ക് വേണ്ടി തയ്യാറാക്കിയ രഥത്തിലേക്ക് അവരെന്നെ ക്ഷണിച്ചു. ഞാൻ എന്തുകൊണ്ടോ അനുസരണയുള്ള കുഞ്ഞിനെ പോലെ അവരുടെ പിന്നാലെ നടന്നു. അവരുടെ ഒപ്പം ഇരിക്കാനായി ആവശ്യപ്പെട്ടു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവരെന്നോട് ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ പറയുന്നത് അനുസരിക്കാനാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരു സൂതപുത്രനാണ്. ഒരു സൂതപുത്രന് രാജമാതാവിനോടൊപ്പം ഇരിക്കാനുള്ള അവകാശമുണ്ടോ? അവർ സ്വയം നൽകിയതാണ്. ഇവരുടെ പുത്രന്മാർ ഈ ദൃശ്യം ദർശിച്ചാൽ ക്രോധിതനാവുകയില്ലേ? പ്രത്യേകിച്ച് ഭീമനും അർജുനും. അവരെ പോലെയല്ല അവരുടെ മാതാവ്. തന്നെ കാണുമ്പോഴെല്ലാം പുഞ്ചിരി സമ്മാനിക്കാറുണ്ട്. മാത്രവുമല്ല, ആ സമയം അവരുടെ ഭാവം വിചിത്രമായിരുന്നു. സ്നേഹം, വേദന, പശ്ചാത്താപം, കുറ്റബോധം എന്നിവയെല്ലാം നിറഞ്ഞ മുഖമായിരിക്കും. തന്നെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ സൂര്യപ്രകാശം പോലെ തിളങ്ങാറുണ്ട്. തനിക്കും അവരെ ദർശിക്കുമ്പോൾ ആനന്ദം തോന്നാറുണ്ട്. ഒരു പ്രത്യേക കാന്തിക ശക്തി തങ്ങളെ അടുപ്പിക്കുന്നത് പോലെ. അവരോട് സംസാരിക്കാനും കൂടെ ഇരിക്കാനുമൊക്കെ ആഗ്രഹം തോന്നാറുണ്ട്. ഇതെല്ലാം തന്നെ എന്റെ ഭ്രാന്തൻ ചിന്താഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിനം ആ മൂഢനായ ഭീമന് രാജമാതാവ് സ്വന്തം കരങ്ങൾ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് കണ്ട് ഞാൻ കുറെ നേരം നോക്കി നിന്നു. രാധേകർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.